നമസ്തേ, യോഗ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മളിന്നിവിടെ ഡേ 6 ഓഫ് യോഗ ഫോർ ബിഗിനേഴ്സിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3 എല്ലാം നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഡേ 5 വരെ ചെയ്തിട്ടുണ്ട്. അതിൽ ലൂസനിങ് എക്സസൈസുകൾ, ബ്രീത്തിങ് എക്സസൈസുകൾ, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഉള്ളത്, അതുപോലെ സിറ്റിംഗ് ആസനാസ്, സ്റ്റാൻഡിങ് ആസനാസ്, അതെല്ലാം കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ നേരത്തെ ആ ഒരു ഡേ 1, ഡേ 2 ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് വരാനായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അതല്ലാതെ തന്നെയും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സുപ്പൈൻ യോഗ പോസസ് ആണ്, അല്ലെങ്കിൽ മലന്ന് കിടന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന യോഗ പോസുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിത് ഫോക്കസ് ചെയ്യുന്നത്. ആ രീതിയിൽ ബേസിക് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന യോഗ പോസുകളാണ് ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ജനറലി ഈ ഒരു ആസനാസിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പ്രാക്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ന് ചെയ്യുന്നത് സ്പൈനിനെ സ്ട്രെങ്തൻ ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. അപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർക്കെല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രാക്ടീസാണ്. കുറേ നേരം ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. അധികം സമയം കളയാതെ നമുക്കിത് ഏതെല്ലാമാണെന്ന് കാണാം. ചെറുതായിട്ട് പുറത്ത് മഴയെല്ലാം പെയ്യുന്നുണ്ട്. സൗണ്ട് എത്രത്തോളം കറക്റ്റ് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സുപ്പൈൻ പോസിൽ കിടന്നിട്ടാണ് ചെയ്യുന്നത്. മലന്ന് കിടക്കുന്ന സ്ഥിതിയിൽ നിങ്ങൾ നേരെ നിവർന്ന് കിടക്കുക. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റ് ലെഗ് റേസിംഗ് ആണ്. ഓരോ കാലുകളായിട്ട് ഉയർത്തി താഴ്ത്തുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആയിട്ടാണ് നമ്മൾ അതിവിടെ ഫസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൈകൾ രണ്ടും ശരീരത്തിൻ്റെ വശത്ത് കൈപ്പത്തി താഴോട്ടായിട്ട് പതിച്ചു വെച്ചു, കാലുകൾ ചേർത്ത് വെച്ചു. ഇനി കൈകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഉയർത്തി വലിച്ചു പിടിച്ചുകൊണ്ടും ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ വശങ്ങളിൽ വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. ശ്വാസം എടുത്ത് വലത് കാല് മുട്ടുമടക്കാതെ മുകളിലേക്ക് ഇൻഹേൽ അപ്പ്, ശ്വാസം വിട്ടുകൊണ്ട് എക്സേൽ ഡൗൺ. ഈ രീതിയിൽ റിപ്പീറ്റ് ആയിട്ട് ബ്രീത്തിങ് എക്സസൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻഹേൽ, ഇടത് കാല് ശ്വാസം എടുത്ത് മുകളിലേക്ക്, എക്സേൽ, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്രദ്ധിക്കേണ്ടത് കാല് മുട്ടുമടങ്ങരുത്. അതുപോലെ തന്നെ കാല് എത്രയാണോ ഉയർത്താൻ പറ്റുന്ന ആ രീതിയിൽ മാത്രം. 90 ഡിഗ്രീസ് ഉയർത്തണം എന്നെല്ലാവർക്കും ഉയർത്താൻ സാധിക്കണമെന്നില്ല. ഇപ്പോൾ 45 or 30 ഡിഗ്രീസ് ഒക്കെയാണ് ഉയർത്താൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെ ഉയർത്തുക, പക്ഷെ മുട്ടുമടങ്ങരുത്. ഓക്കെ, വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. എന്നാലും പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യാം. നമ്മൾക്ക് 3, ശ്വാസം എടുത്ത് മുകളിലേക്ക്, വിട്ടുകൊണ്ട് താഴേക്ക്. 4, കാലിങ്ങനെ അടിച്ച് താഴോട്ട് ഇടരുത്, പതിയെ കൺട്രോൾ ചെയ്ത് താഴോട്ട് വെക്കണം. 5, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. 6, 7, 8, 9 and 10. ഓക്കെ, പറഞ്ഞ പോയിന്റ് എല്ലാം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ശ്വാസം എടുത്ത് വലത് കാല് ഉയർത്തി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. 1, 2, 3, 4 and 5. എക്സേൽ, ശ്വാസം വിട്ട് റിലീസ് ചെയ്തു. ഓപ്പോസിറ്റ് ലെഗ് ഇൻഹേൽ അപ്പ്, 1, 2, 3, 4 and 5. എക്സേൽ, സാവധാനം റിലീസ് ചെയ്തു. ഇത് തന്നെ 2 കാലുകൾ ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ബാക്ക് പെയിൻ ഉള്ളവർ അത് ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക് ട്രൈ ചെയ്യാം. ഇൻഹേൽ ചെയ്ത് 2 കാലുകളും ഒരുമിച്ച് ഉയർത്താം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇനി ബാക്ക് പെയിൻ ഇല്ലെങ്കിലും ചിലർക്ക് 2 കാല് ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ബാക്കിന് അത്രയും സ്ട്രെങ്ത് ഇല്ല, അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കെല്ലാം 2 കാല് ഒരുമിച്ച് ഉയർത്താൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് കൈ വേണമെങ്കിൽ ബാക്കിലൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഹിപ്പിങ്ങനെ ഉയർത്തിയിട്ട് കൈ ബാക്കിൽ സപ്പോർട്ട് ചെയ്തു, കൈപ്പത്തി താഴോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഉയർത്താൻ ശ്രമിച്ചാൽ ഒന്നുകൂടി കംഫർട്ടബിളായിട്ട് ആ സപ്പോർട്ടോടുകൂടി നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. 5 റൗണ്ട്സ് ഇന്ന് ചെയ്യുന്നുള്ളൂ, അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇൻഹേൽ അപ്പ്, 1, 2, 3, 4
and 5. Exhale down. ഓക്കെ, ക്ലിയർ അല്ലേ? ബാക്ക് പെയിൻ ഉള്ളവർ രണ്ട് കാലും ഒരുമിച്ച് ഉയർത്തി താഴ്ത്തുന്നത് തൽക്കാലം ചെയ്യരുത്. ഓരോ കാലുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഗ്രാജുവലി ഇതിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ വയറിലെ പേശികളെയും ടൈറ്റൻ ചെയ്യാൻ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തതായിട്ട് സേതുബന്ധാസന. നമ്മൾ ഡേ 1 സേതുബന്ധാസന പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തവർക്ക് ഇത്തിരി കൂടി ഈസി ആയിരിക്കും ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രണ്ട് കാലുകളും മുട്ടുമടക്കി കാൽപാദങ്ങൾ ഹിപ്പ് വിട്ട് ഡിസ്റ്റൻസിൽ, അരക്കെട്ടിന് അത്രയും അകലത്തിൽ അകത്തി വെക്കുക. ദെൻ കൈകൾ വശങ്ങളിലായിട്ട് കൈപ്പത്തി താഴോട്ട് പതിച്ച് വെക്കാം, അല്ലെങ്കിൽ കൈകൾ ആംഗിൾസിലായിട്ട് പിടിക്കാം. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് ലോവർ ബാക്ക്, മിഡിൽ ബാക്ക്, അപ്പർ ബാക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. 3 തവണ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യും. ലാസ്റ്റത്തതും മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സേതുബന്ധാസന ബ്രിഡ്ജ് പോസ്. ഇൻഹേൽ അപ്പ്, exhale down. Inhale up, exhale down. അടുത്തതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് സാധാരണ ശ്വസനത്തിൽ അവിടെ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആസന എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്ഥിരം സുഖം ആസന. അപ്പോൾ ശ്വാസം എടുത്ത് അരക്കെട്ട് ഉയർത്തി ബട്ടക്സ് ഒന്ന് ടൈറ്റ് ചെയ്തു, സ്ക്യൂസ് ചെയ്തു, പുഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. ട്രൈ ചെയ്യാം നമുക്ക്. ശ്വാസം എടുത്ത് ഇൻഹേൽ അപ്പ്, നോർമൽ ബ്രീത്തിങ്. ശ്വാസം പിടിച്ച് നിൽക്കരുത്. 1 2 3 4 and 5. എക്സേൽ റിലീസ്. ഓക്കെ, ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസാണ്. കഴിഞ്ഞാൽ ശ്വാസം വിട്ട് കാല് മുൻപോട്ട് നീട്ടി റിലാക്സ് ചെയ്യാം. ആസനയുടെ പേര് സേതുബന്ധാസന. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതായി പവനമുക്താസനയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിൻഡ് റിലീവിങ് പോസ്. പവനം എന്ന് പറഞ്ഞാൽ വായു. അതിപ്പോൾ പവനനെ മുക്തമാക്കാനായിട്ടുള്ളത്, നമ്മുടെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർ, അല്ലെങ്കിൽ വയറിൽ കെട്ടിക്കിടക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത വായുവിനെയൊക്കെ മുക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ് പവനമുക്താസന. ആദ്യം ഓരോ കാലുകളുടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് മുട്ടുമടക്കാതെ മുകളിലേക്ക് ഉയർത്തി, ശ്വാസം വിട്ട് കാൽമുട്ട് മടക്കി, 2 കൈകൾ കൊണ്ട് കാൽമുട്ടിന് മുകളിലൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. നമ്മളുടെ വയറ് ഈ തൈസായിട്ട് നന്നായിട്ട് അമർന്നിരിക്കണം ഈ പിടിക്കുന്ന സമയത്ത്. ദെൻ ഇൻഹേൽ ചെയ്യുക. എക്സേൽ ചെയ്തുകൊണ്ട് തല ഉയർത്താൻ സാധിക്കുന്നവർ, കഴുത്ത് വേദന ഉള്ളവർ തല ഉയർത്തണ്ട, ബാക്ക് പെയിനോ മറ്റു ബുദ്ധിമുട്ടോ ഉള്ളവർ തല ഉയർത്തണ്ട, അവർക്ക് ഈ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലാത്തവർ ശ്വാസം വിട്ട് തല ഉയർത്തി കാൽമുട്ടിനടുത്തോട്ട് കൊണ്ടുവന്നു. നോർമൽ ബ്രീത്തിങ്. 1 2 3 4 and 5. സാവധാനം തല താഴ്ത്തി ശ്വാസം എടുത്തുകൊണ്ട് കൈ റിലീസ് ചെയ്തു. ഇൻഹേൽ കാലുയർത്തി, എക്സേൽ കാല് താഴ്ത്തി. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴുത്ത് വേദന ഉള്ളവർ തല ഉയർത്താതെ തന്നെ ആ ഒരു പരിശീലനം ചെയ്യുക. കഴുത്ത് വേദന ഇല്ലെങ്കിലും ചിലർക്ക് ഓവർ സ്ട്രെയിൻ കൊടുത്ത് തല ഉയർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം തല ഉയർത്തിയാൽ മതി. ഓക്കെ, ഇടത് കാല് ഇൻഹേൽ കാലുയർത്തി. ഇനി ഇൻഹേൽ ചെയ്ത് ഉയർത്താൻ പറ്റാത്തവർ ജസ്റ്റ് കാൽമുട്ട് മടക്കിയിട്ട് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ടും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ശ്വാസം എടുത്ത് വിട്ട് തല ഉയർത്തി. നോർമൽ ബ്രീത്തിങ്. 1 2 3 4 and 5. സാവധാനം തല താഴ്ത്തി കൈ റിലീസ് ചെയ്തു. ഒന്നില്ലെങ്കിൽ ഇൻഹേൽ കാലുയർത്തി, എക്സേൽ താഴ്ത്താം. അല്ലെങ്കിൽ ശ്വാസം എടുത്ത് വിട്ട് കാല് മുൻപോട്ട് നീട്ടി റിലാക്സ് ചെയ്യാം. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്യാം. നമ്മൾ ചെയ്ത പോസിൻ്റെ പേര് അർദ്ധപവനമുക്താസന. ഓരോ കാലുകൾ കൊണ്ടല്ലേ ചെയ്തത്. അപ്പോൾ അർദ്ധപവനമുക്താസനയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി ഇത് തന്നെ 2 കാലുകളും ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിനെ പവനമുക്താസന എന്ന് പറയും.
അതെങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് കാലുകളും നേരത്തെ ചെയ്ത പോലെ തന്നെ. ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ, നടുവേദന ഉള്ളവർ കാല് ഉയർത്തണ്ട, അവർ ജസ്റ്റ് കാലിങ്ങനെ മുട്ടുമടക്കിയിട്ട് കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് കൈ മുകളിലൂടെ ഇങ്ങനെ പിടിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതല്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ളവർ ഇൻഹേൽ കാല് ഉയർത്തി, എക്സേൽ മുട്ടുമടക്കി കൈകൾ കൊണ്ട് ചേർത്തു, ശ്വാസം വിട്ട് തല ഉയർത്തി. നോർമൽ ബ്രീത്തിങ്. 1 2 3 4 and 5. സാവധാനം തല താഴ്ത്തി കൈ റിലീസ് ചെയ്തു. കാല് ഉയർത്തി താഴ്ത്താം, അല്ലാന്നുണ്ടെങ്കിൽ കാല് സിമ്പിളായിട്ട് മുൻപോട്ട് നീട്ടി റിലാക്സ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓരോ കാര്യങ്ങളും പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ചെയ്തത് ഇപ്പോൾ പവനമുക്താസനയാണ്. ആദ്യം ഓരോ കാലുകൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു, പിന്നെ രണ്ട് കാലുകളും ഒരുമിച്ച് ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർ, അതേപോലെ കോൺസ്റ്റിപ്പേഷൻ, വയർ റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക്, വളരെ എഫക്റ്റീവായിട്ടുള്ള ഡൈജഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രാക്ടീസാണ് പവനമുക്താസന. ഓക്കെ, ലാസ്റ്റ് ഒരു പോസ് കൂടി നമുക്ക് ചെയ്യാം. അതിന് മർക്കടാസന അല്ലെങ്കിൽ ജഡര പരിവർത്തനാസന, അങ്ങനെ ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ആസനയാണ്. സിംപ്ലി സ്പൈനൽ ട്വിസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചെയ്യാനായിട്ട് കൈകൾ രണ്ടും ഇങ്ങനെ ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കാം. ഓക്കെ, രണ്ട് കൈകളും ഷോൾഡർ ലെവലിൽ നീട്ടി വെച്ചു. മനസ്സിലായല്ലോ? ഷോൾഡർ ലെവലിൽ നീട്ടി വെച്ചു, മുകളിലേക്കല്ല കേട്ടോ. രണ്ട് കൈയും ഷോൾഡർ ലെവലിൽ ഈ രീതിയിൽ നീട്ടി വെച്ചു. ദെൻ കാലുകൾ രണ്ടും മുട്ടുമടക്കി കാൽപാദങ്ങൾ ചേർത്ത് വെച്ചു. ദെൻ സെൻറ്ററിൽ നിന്ന് ഇൻഹേൽ ചെയ്തു, ശ്വാസം സെൻറ്ററിൽ നിന്ന് എടുത്തു. വിട്ടുകൊണ്ട് തല വലതുവശത്തോട്ടും കാലിനെ ഇടതുവശത്തോട്ടും തിരിച്ചു കൊടുക്കുക. ഇൻഹേൽ സെൻറ്റർ, ശ്വാസം വിട്ട് തല വലതുവശത്തോട്ടും കാൽ ഇടതുവശത്തോട്ടും. അപ്പോൾ ഒരു കാൽമുട്ടിന് മുകളിൽ മറ്റൊരു കാൽമുട്ട്, ഒരു കാൽപാദത്തിന് മുകളിൽ മറ്റൊരു കാൽപാദം. തോൾ ഉയർന്നു പോവരുത്, തോൾ രണ്ടും ഷോൾഡർ രണ്ടും താഴോട്ട് പതിച്ച് വെക്കുക. തല വലതുവശത്തോട്ട് തിരിച്ചു നോക്കുന്നുണ്ട്, കാലുകൾ ഇടതുവശത്തോട്ടാണ്. അവിടെ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇൻഹേൽ കഴിഞ്ഞാൽ ശ്വാസം എടുത്ത് നേരെ വിട്ടുകൊണ്ട് അതേപോലെ എതിർവശത്തോട്ട്, എക്സേൽ ചെയ്തുകൊണ്ട് ഇടതുവശത്തോട്ട്. അപ്പോൾ തല ഇടതുവശത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ കാല് വലതുവശത്തോട്ട് തിരിച്ചു. ഒരു കാൽപാദത്തിന് മുകളിൽ മറ്റൊരു കാൽപാദം, ഒരു കാൽമുട്ടിന് മുകളിൽ മറ്റൊരു കാൽമുട്ട് വരുന്ന രീതിയിൽ നോർമൽ ബ്രീത്തിങ്ങിൽ ട്വിസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചാണ് ഈ ഒരു സ്പൈനൽ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. ക്ലിയർ അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ കാല് തിരിച്ചു, അപ്പോൾ ഈ തോളിൻ്റെ ഭാഗം, ഈ തോൾ ഇങ്ങനെ ഉയർന്നു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഈ തോള് താഴോട്ട് പതിഞ്ഞ് വേണം ഇരിക്കാൻ. എന്നിട്ട് നിങ്ങൾക്ക് എന്തോരം കാല് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് ട്വിസ്റ്റ് ചെയ്യേണ്ടത്. ഇൻഹേൽ സെൻറ്റർ. സിമ്പിളായിട്ടുള്ള പോസാണ്. കാല് രണ്ടും മുട്ടുമടക്കി കൈകൾ ഷോൾഡർ ലെവലിൽ നീട്ടിയോ, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ക്രോസ് ചെയ്ത്, അതായത് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും കൈമുട്ട് മടക്കിയിട്ട് പില്ലോ വരുന്ന രീതിയിൽ കൈയുടെ മേലെ തല റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെയാണേലും കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? ഓരോ പൊസിഷനിലും, ഫൈനൽ പൊസിഷനിൽ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആസന ചെയ്യുന്നത്. സാധാരണ ശ്വസനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു. ദെൻ ശ്വാസം എടുത്ത് നേരെ വന്നു, വിട്ടുകൊണ്ട് കാല് മുൻപോട്ട് നീട്ടി റിലാക്സ് ചെയ്തു. നമ്മളിന്ന് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പ്രാക്ടീസസ് ആണ് ചെയ്തത്. ആദ്യം ബ്രീത്തിങ് എക്സസൈസ് ആയിട്ട് ഓൾട്ടർനേറ്റ് ലെഗ് റേസിങ്, ഓരോ കാലുകൾ ഉയർത്തി താഴ്ത്തുന്ന പ്രാക്ടീസ് ചെയ്തു. ദെൻ രണ്ടാമത്തത് കാല് രണ്ടും മുട്ടുമടക്കി സേതുബന്ധാസന, ഹിപ്പ് ഉയർത്തി താഴ്ത്തുന്നത് ചെയ്തു. മൂന്നാമത്തത് പവനമുക്താസന, ആദ്യം ഓരോ കാലുകൾ കൊണ്ടും ദെൻ രണ്ട് കാലുകൾ കൊണ്ടും ഈ ഒരു രീതിയിൽ പവനമുക്താസന ചെയ്തു. ലാസ്റ്റ് ചെയ്തത് സ്പൈനൽ ട്വിസ്റ്റ്, ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ രീതിയിൽ എക്സേൽ ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിന് റിലാക്സേഷൻ ചെയ്യാവുന്നതാണ്. ശേഷം കൈകളും കാലുകളും ചേർത്ത് ഒരു വശം ചരിഞ്ഞ് സിറ്റിംഗ് പൊസിഷനിലേക്ക് പതിയെ കൈകുത്തി എഴുന്നേറ്റിരിക്കാം. അതായത് ഇങ്ങനെ കിടന്നിട്ട് ചാടി എഴുന്നേക്കരുത്,
പിന്നെ എന്ത് ചെയ്യണം, ഒരു കൈ മുകളിലേക്ക് ഉയർത്തി ഒരു കൈ നെഞ്ചിന് മുൻപിൽ വെച്ചു, കാൽമുട്ട് മടക്കി ഒരു സൈഡിലോട്ട് ടേൺ ചെയ്ത് പതിയെ എഴുന്നേറ്റിരിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കുക, ചാടി എഴുന്നേറ്റിരിക്കരുത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു പ്രാക്ടീസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓരോ ആസനയുടെ ഫൈനൽ പൊസിഷനിലും എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഓരോ ആസനയും എത്ര തവണ റിപ്പീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ പോലും ഓരോ ആസനയുടെയും ഫൈനൽ പൊസിഷനിൽ നോർമൽ ബ്രീത്തിങ്ങിൽ, സാധാരണ ശ്വസനത്തിൽ 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഒരു തവണ ചെയ്താലും നിങ്ങൾക്ക് അത് ധാരാളമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അത്രയും നേരം ഫൈനൽ പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 or 3 തവണയായിട്ട്, അതല്ല 4 or 5 തവണയായിട്ട് ആ ആസന റിപ്പീറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതല്ല, ഒരു ആസന ഒരു തവണ തന്നെ ചെയ്ത് ഫൈനൽ പൊസിഷനിൽ നോർമൽ ബ്രീത്തിങ്ങിൽ 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ ചെയ്താലും അത് പ്രോപ്പറായിട്ട് നമ്മൾക്ക് എഫക്റ്റ് തരുന്നതാണ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ രീതിയിൽ ആസനാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മൾ സുപ്പൈൻ ആസനാസാണ് പഠിച്ചത്, അല്ലെങ്കിൽ മലന്ന് കിടന്ന് ചെയ്യുന്ന ആസനാസാണ് ചെയ്തത്. ബ്രീത്തിങ് എക്സസൈസും ആസനയുമാണ് ചെയ്തത്. ഇത് നിങ്ങൾ ഡെയിലി ഇത് മാത്രമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. ഇത് ഫോളോ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇവിടെ ഓൺലൈൻ യോഗ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത മാസം പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്കാരം.